മൂകാംബികയിൽ നല്ല വൃത്തിയായി തൊഴുതിന് ശേഷം വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ കുടജാദ്രി കയറാനായിരുന്നു പ്ലാൻ. പക്ഷെ വെറുതെ ഇറങ്ങി ജീപ്പിലൊന്ന് സമയം ചോദിച്ചപ്പോഴാണ് 2:30 ലാസ്റ്റ് ജീപ്പ് പോകണമെന്ന് പറഞ്ഞു. ഓടിപ്പോയി റൂമിൽ പോയി ഡ്രസ്സും മാറി ഫുഡും കഴിച്ച് നേരെ ജീപ്പിൽ വന്ന് കയറി. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെയാണ് ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉള്ളത്. കാൽനടയായിട്ടും ഇങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഏകദേശം 400 രൂപയാണ് ജീപ്പിന് ഒരാൾക്ക് വരുന്നത്. കൂടാതെ ഒരു 70 രൂപയുടെ എൻട്രി ചാർജും ഉണ്ട്. അങ്ങനെ 470 രൂപ. ഏകദേശം 1343 മീറ്റർ ഉയരമുള്ളൊരു കൊടുമുടിയാണിത്. ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠത്തിൽ കയറിയിരിക്കുന്ന ഫോട്ടോസ് പലരും പോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ടപ്പോഴാണ് അങ്ങോട്ടുള്ള യാത്രയുടെ ഒരു രസം മനസ്സിലായത്. അന്ന് ചെറുതായിട്ട് ആഗ്രഹിച്ചെങ്കിലും നമ്മളവിടെ പോകുമെന്നുള്ള വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവശത്ത് വനങ്ങളുള്ള ഒരു റോഡിലൂടെ കുറേ ദൂരം ചെല്ലുമ്പോൾ നമ്മളൊരു ടൗണിലെത്തും. നെട്ടൂർ എന്നാണ് ടൗണിൻ്റെ പേര്. ഇവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചത്. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിൻ്റ് എത്തും. അവിടെ നമ്മൾ കൂടെ വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറൊക്കെ എഴുതി കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത്. 6 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ഇവർ നമുക്കത് നിർദ്ദേശം. നമ്മുടെ കൂടെയുള്ള എല്ലാ ജീപ്പുകളിലും തന്നെ ഫാമിലി ആയിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. എല്ലാവരും ഭക്തി നിർഭരമായ ഒരു അവസ്ഥയിലാണ് കുടജാദ്രിയിലോട്ട് പോകുന്നത്. ഒരു ട്രിപ്പിന് പോകുന്ന മൂഡൊന്നും അല്ല ഇത്. അമ്മമാരും കുട്ടികളും എല്ലാവരും വണ്ടിയിലിരുന്ന് നാമം ജപിക്കുന്നവരുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ഓഫ് റോഡ് വഴി തന്നെയാണിത്. ഇതിലെ ജീപ്പ് മാത്രമാണ് പോയി കണ്ടോളൂ. നമ്മൾ കാൽനടയായിട്ട് വരുന്ന ആളുകളൊക്കെ വേറെ റൂട്ടിലേക്കാണ് വരുന്നത്. ഇത് അത്യാവശ്യം ചുറ്റാണ്. ഇത് കാട്ടിക്കിടെ വേറെ റൂട്ടുണ്ട് നടന്നു വരുന്നതിനായിട്ട്. ഓരോ വളവ് തിരിയുമ്പോഴും നമ്മൾ ഇപ്പത്തും വിചാരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. മുകളിലെത്തുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി വ്യൂവിലോട്ടാണ് എത്തുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ ഈ ഓഫ് റോഡ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യൂ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. താഴെ ഇങ്ങനെ ദൂരെ മരങ്ങളൊക്കെ കാണാം. ഉച്ച കഴിഞ്ഞുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ദൂരെയുള്ള കാഴ്ചകൾ വരെ കാണാം. ഈ ജീപ്പ് സവാരി ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ കുടജാദ്രി കൂടിക്കൊള്ളും മഹേശ്വരി എന്ന പാട്ട് പറയണ മഹേശ്വരി ദേവിയുടെ ഈ അമ്പലത്തിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് നടന്നു വേണം കയറി പോകാനായിട്ട്. ഇവിടുത്തെ തിരുമേനി നമുക്ക് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയും മുകളിലത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിശദീകരിച്ച് തരും. അതിനുശേഷം നമ്മൾ നേരെ മുകളിലോട്ട് കയറണം. ജീപ്പുകാർ ഇതിന് താഴെ 6 മണി വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കുറേ ആളുകളൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മളും മുകളിലോട്ട് കയറണം.
ഉള്ളിലോട്ട് കയറും തോറും കുറച്ച് അപകടം പിടിച്ച വഴികൾ പോലെ തോന്നുമെങ്കിലും പ്രത്യേകിച്ച് സേഫ്റ്റി സന്നാഹങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. ഈ നടന്നു വന്ന വഴിയുടെ തൊട്ട് താഴെ ഒരു കൊക്ക പോലെയൊക്കെയാണ് കാണുന്നതെങ്കിലും നമ്മളങ്ങനെ പേടിക്കാനുള്ള രീതിയിലുള്ള പരിപാടീസ് ഒന്നുമില്ല. അത്യാവശ്യം സേഫാണ് വഴിയൊക്കെ. എല്ലാ പോയിന്റിൽ നിന്നുള്ള വ്യൂ ഭയങ്കര മനോഹരമാണ്. അറിവിൻ്റെ പീഠത്തിലെത്താനായിട്ട് കുറുക്ക് വഴിയൊന്നുമില്ലെന്നും അതിന് നമ്മളിങ്ങനെ കഠിനമായ വഴികളിൽ നടന്നു കയറി പോകണമെന്നും അങ്ങനെ ഒരു തത്വമാണ് ഈ വഴിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കത് കയറി പോകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അത് മനസ്സിലാവും. കയറി പോകുമ്പോഴുള്ള ഓരോ വ്യൂ പോയിന്റും ആളുകൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കയറി പോകുന്നത്. വിശ്രമിക്കാനുള്ള ഓരോ സ്ഥലവും ഓരോ വ്യൂ പോയിന്റുകളാണ്. കല്ലുകൾ കൊണ്ട് മാത്രം പണി ചെറിയൊരു ക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലടിയിൽ ജനിച്ചുള്ള ഒരു ബാലൻ കൊടും തണുപ്പിൽ ഇവിടെ വന്ന് ഇങ്ങനെ തപസ് ചെയ്തു എന്ന് നമുക്കിത് കയറുമ്പോൾ തോന്നിക്കും. ഇവിടെ ശങ്കരപീഠത്തിൻ്റെ പടിയിൽ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മല കയറി വന്നതിൻ്റെ മൊത്തം വിഷമങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. സർവജ്ഞപീഠത്തിൻ്റെ പടിയിൽ കുറച്ചു നേരം ധ്യാനിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് വന്നത്. പക്ഷെ തിരക്ക് കാരണം അതൊന്നും നടന്നില്ല. എങ്കിലും 5 മിനിറ്റ് ഞങ്ങൾ അതിൻ്റെ സൈഡിലിരുന്നു. ഏകദേശം സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു സമയമൊക്കെ ആയതുകൊണ്ട് വല്ലാത്തൊരു ചൂടില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അവിടെ. ആദ്യ മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ട് താഴത്ത് തന്നെ വേറെ ഒരു ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു. അവിടെയും കൂടി തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അവിടം വരെ അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ എത്തി.